അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ നഹ്വിൻ്റെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അൽ മീസാൻ സ്വറഫി എന്ന ഭാഗമാണ്. അൽ മീസാൻ സ്വറഫി നമ്മൾ വസിന് നൽകാൻ പോവുകയാണ്. ഒരു ഫിയലിന്, പൊതുവെ ഫിയലിന് വസിന് കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ ആദ്യം വസിനാണോ ഉണ്ടായിട്ടുള്ളത്, ആദ്യം ഫിയലാണോ ഉണ്ടായിട്ടുള്ളത്? ആദ്യം ഫിയലാണ്. ആ ഫിയലിന് യോജിച്ച വസിന് നമ്മൾ കൊടുക്കുക ചെയ്യാം. ഇസ്മാണെങ്കിൽ ഇസ്മാണ് ആദ്യം ഉണ്ട്, ആ ഇസ്മിനോട് യോജിച്ച ഒരു വസിന് നമ്മൾ കൊടുക്കുക ചെയ്യാം, നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതാണ് വസിന് എന്ന് പറഞ്ഞാല്. ഇപ്പോ ഷെരിബ എന്നുള്ള ഫിയല്, ഷെരിബ സുലാസി മുജറദാണ്. ഷരിബ, ഒന്നാമത്തെ ഈ ഷീന് നമ്മൾ ഫാഫീൽ എന്ന് പറയും, റായിന് രീ നീന് നമ്മൾ ഐൻഫീൽ എന്ന് പറയും, ബാ നീന് നമ്മൾ ലാഫീൽ എന്ന് പറയും. അത് ഫഅല എന്ന വസിനിലേക്കാണ് നമ്മൾ ഇതെല്ലാം മാറ്റുക. ഓക്കെ, വസിന് പറയുമ്പോൾ നമ്മൾ ഫഅലയിലേക്കാണ് മാറ്റുക. ഇപ്പൊ നമുക്കറിയാലോ, ഷരിബ ഫഇല, ഓക്കെ, കറുമ ഫഉല, അത് രണ്ടും ഫിയലായിട്ട് വന്നു. ഇനി ഖമറുൻ എന്നുള്ളത് ഫഅലുൻ, അത് ഇസ്മാണ് അല്ലെ. ഖമറുൻ അത് ഇസ്മാണ്. അപ്പോ ഫഅലുൻ എന്ന വസിനിലേക്ക് വന്നു. ഇനി നമ്മൾ ഖായിദയിലേക്ക് നോക്കൂ. യൂസനു സുലാസിൽ മുജറദ്, യൂസനു സുലാസിൽ മുജറദ് ബി വദ്ഇൽ ഫാഇ, ഫാഇനെ വെക്കുക. മീൻ ഫഅല, ഫഅലയിൽ നിന്നുള്ള ഫാ മക്കാനിൽ ഹർഫിൽ അവൽ, ഒന്നാമത്തെ ഫീലിന്റെ ഒന്നാമത്തെ ഹർഫിന്റെ സ്ഥാനത്ത്. വൽ ഐനി മക്കാനി സാനി, ഐന് രണ്ടാമത്തെ ഹർഫിന്റെ സ്ഥാനത്ത്. വല്ലാമി മക്കാനി സാലിസ്. വതുൽബത്തു അഹ്റുഫുൽ മീസാനി അലാ ഹസ്ബി ളബ്തി അഹ്റുഫിൽ മൗസൂനി ദായിമ. ഇതെല്ലാം ഇപ്പോൾ ഇത് നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വരില്ല, ഇത് ഒരേപോലെ തന്നെയാണ് കൊടുക്കുക. ഓക്കെ, അപ്പൊ സുലാസി മുജറദിന്റെ കേസ് കഴിഞ്ഞു. ഇനി നമ്മള് രണ്ടാമത്തെ കോളത്തിലേക്ക് നോക്കൂ. ദഹറജ, ഇത് ഏത് തരം ഫീലിന് ഉദാഹരണമാണ്? റുബായി മുജറദായ ഫീലിന് ഉദാഹരണമാണ്. അതിന്റെ വസിന് നമ്മൾ പറയാ ഫഇലല എന്നാണ്. ഫഇലല, ഒരു ലാമ് നമ്മൾ സായിദയായിട്ട് കൊടുത്തു. ദ ഹ റ ജ ഫഇലല, ഓക്കെ. ഇനി ദിർഹം എന്ന് വരുമ്പോഴോ, ദിർഹം കേട്ടിട്ടില്ലേ? ദിർഹം, ദി റഹം ഫിഅലല്, ഫിഅലല്. ഇപ്പൊ ഈ ദഹറജ എന്നുള്ള റുബായി മുജറദായ ഫീലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വസിന് എടുക്കുമ്പോൾ ഫഇലല, ഫഅല എന്നതിലേക്ക് ഒരു ലാമും കൂടി നമ്മൾ എക്സ്ട്രാ ആയിട്ട് സായിദയായിട്ട് വെച്ചു കൊടുക്കും. ദിർഹം എന്നതിലേക്കും അങ്ങനെ തന്നെ 4 അക്ഷരം ഉണ്ടായതുകൊണ്ട് ഒരക്ഷരം, ഒരു ലാമ് നമ്മൾ എന്താവും അധികരിച്ച് വെച്ചു കൊടുക്കും. നമുക്ക് ആയത് പറയാം. അടുത്ത സഫർജല്, ഒരു പഴത്തിന്റെ പേരാണല്ലോ സഫർജല്. അപ്പോ ഇവിടേക്കൊന്ന് നോക്ക് നിങ്ങൾ. ശരിക്കും ഇവിടെ ഒരു ഇദ്ഗാം നടന്നിട്ടുണ്ട് അല്ലേ? ഫഅല്ലല് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഇത് ഫഅല് ലല് എന്നാണ്, ഫഅല് ലല്. അതിന് പകരമായിട്ട് ഇവിടെ എന്ത് കൊടുത്തു? ഫഅല്ലല് എന്ന് പറഞ്ഞു. അഥവാ ഈ ല് പ്ലസ് ല ചേർന്നാണല്ലോ ല എന്ന് വന്നത്, അതങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കായിക നോക്കാം. യൂസന് റുബായി, റുബായിക്ക് വസിന് പറയപ്പെടും. വൽ ഹുമാസി, ഹുമാസിക്ക് വസിന് പറയപ്പെടും. ഹുമാസി സഫർജലെ പോലെയല്ല. അൽ മുജറദാനി ബി സിയാദത്തി ലാമിൻ, ഒരു ലാം അധികരിപ്പിക്കൽ കൊണ്ട്. ഫിൽ അവലി, ഒന്നാമത്തെ റുബായിലാവുമ്പോ ഒരു ലാം അധികരിപ്പിക്കും. പിന്നെയോ വൽ ഹുമാസി, ഹുമാസിൽ എന്ത് ചെയ്യും? ലാമൈനി, 2 ലാമുകൾ അധികരിപ്പിക്കും. അല അഹ്റുഫി ഫഅല, ഫഅല എന്ന അക്ഷരത്തോടൊപ്പം 2 ലാമും കൂടി കൊടുക്കും. ഓക്കെ, ഇനി അടുത്ത ഉദാഹരണം നോക്കൂ. ഹദ്ദബ, മൂന്നാമത്തെ സെറ്റ്. ഹദ്ദബ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സുലാസി മസീദ്, ഒരക്ഷരം സായിദയായതാണ് ഹദ്ദബ അല്ലെ.
അത് ഏത് വസനിലാണ് വരിക? ഫഅല. ഇവിടെയുള്ള അതേപോലെ തന്നെ ഇങ്ങോട്ട് മാറ്റിയാൽ മതി. ഫഅല ഫഅല, ഫഹമ ഫഅല, ഖസ്സമ ഫഅല. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇദാ കാനത്തിൽ കലിമത്തു മസീദത്തൻ ബിതദ്ഈഫിൻ. മസീദ് ആണെങ്കിൽ ഇപ്പൊ ഒരു അക്ഷരം മസീദാണ്, ഇവിടെ ഒരു അക്ഷരം സായിദയായിട്ടുണ്ട് അല്ലേ? ബിതദ്ഈഫി ഹർഫിൻ, ഒരു അക്ഷരത്തെ ഇരട്ടിച്ചൊക്കെയാണ്. ഇപ്പൊ ഇവിടെ ദാല് എക്സ്ട്രാ വന്നു അല്ലെ, ഇവിടെ ഹാ എക്സ്ട്രാ വന്നു, ഇവിടെ സീന് എക്സ്ട്രാ വന്നു. തദ്ഈഫാണ്, ഇരട്ടിപ്പാണ്, ശബ്ദാണ്. ളുഇഫൽ ഹർഫുൽ മുഖാബല ലഹു ഫിൽ മീസാൻ, മീസാനിലും വസിൻ എടുക്കുന്നതിലും അതിനോട് യോജിച്ച ഒരു അക്ഷരത്തെ നമ്മൾ എന്താവും, അവിടെ ആ സ്ഥാനത്ത് നമ്മൾ തദ്ഈഫ് കൊടുക്കുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നാലാമത്തെ സെറ്റ് നോക്കുക. ലഅബ ഫഅല. ലഅബ എന്നുള്ള നമുക്കറിയാം സുലാസി മസീദാണ്, ഒരു അക്ഷരം സായിദയായത്. ഇവിടെ ഏത് അക്ഷരാണ് സായിദയായത്? അലിഫാണ് സായിദയായിട്ടുള്ളത്. ഇൻസറഫ ഇൻഫഅല, ഇൻസറഫ ഇൻഫഅല. ഇവിടെ അലിഫും നൂനും ആണ് സായിദയായിട്ടുള്ളത്. ഓക്കെ, ഇവിടെ അല്ല നേരെ ഫഅല, അതിക്ക് ഇൻ വെച്ച് കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്തഖ്ബറ ഇസ്തഫഅല വസിലാണ്. അപ്പൊ നമ്മൾ ഈ കായികയിലേക്ക് പറയും, ഇദസ്തമലത്തിൽ കലിമത്തു അല ഹർഫിൻ സായിദിൻ, ഒരു അക്ഷരം സായിദയായത് അഥവാ ലഅബ, ഔ അക്സർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അക്ഷരങ്ങൾ സായിദയായത്. ഇൻസറഫ എന്നതിൽ എത്ര അക്ഷരം സായിദയായിട്ടുണ്ട്? 2 അക്ഷരം സായിദയായിട്ടുണ്ട്. ഇസ്തഖ്ബറ എന്നതിൽ എത്ര അക്ഷരം സായിദയായിട്ടുണ്ട്? 3 അക്ഷരം സായിദയായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാദിയായ ഫീലിൽ ഏറ്റവും ചുരുങ്ങിയത് എത്ര അക്ഷരം വരും? എത്ര വരും? 3 അക്ഷരം വരും. അധികരിച്ചാൽ എത്ര അക്ഷരം വരും? 6 അക്ഷരം വരും. അത് റുബായി മുജറദിലാണെങ്കിലും മസീദിലാണെങ്കിലും അങ്ങനെ തന്നെ. റുബായി മസീദിലാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 4 ആണ്, ഏറ്റവും അധികരിച്ചാൽ അവിടെയും 6 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ തദ്രീബാത്ത് നോക്കല്ലേ. അതിനു മുമ്പ് അടുത്ത പാഠം കൂടി നമ്മൾ ചർച്ച ചെയ്തിട്ട് മൊത്തം തദ്രീബാത്തുകൾ ചർച്ച ചെയ്യാം. ഇവിടെ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ നമുക്ക് വരും. സ്വാമ, സ്വാമ എന്നുള്ള ഫീൽ ഏതാണ്? ആദ്യം അത് പറയണം. ഏതാണ്? അജ്വഫാണ് അല്ലെ? സ്വാമ എന്നതിന്റെ അസിൽ എന്താണ്? സ്വവാമ എന്നാണ്. ഇത് ഇല്ലത്തിന്റെ അക്ഷരം വന്ന ഫീലാണ്. ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ അലിഫ്, വാവ്, യാ. ഇപ്പൊ സ്വാമ എന്നതിന്റെ അസില് സ്വവാമ എന്നാണ്. അപ്പൊ ഫഅല വസനിലേക്ക് വന്നു. സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇഅ്ലാലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇഅ്ലാല്, ഇബ്ദാല് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞാണ്. ആ വീഡിയോ കാണാത്തവർ അതൊന്ന് ഫസ്റ്റ് ആയിട്ട് കാണാം. അടുത്ത് ഇസ്തബറ. ഇസ്തബറ, സ്വബറ എന്നാണ് ഫീല്. ഇവിടെ ശരിക്കും ഇസ്തബറ എന്നായിരുന്നു. ഇസ്തബറ, ആ താഇനെ മാറ്റിയിട്ട് നമ്മൾ തോ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇബ്ദാല് നടത്തിയിട്ടുണ്ട്. ഒരക്ഷരത്തെ മാറ്റി മറ്റൊരു അക്ഷരമാക്കി മാറ്റുന്നതിനാണ് ഇബ്ദാല് എന്ന് പറയും. അത് ഇല്ലത്തിന്റെ അക്ഷരത്തിലാവുമ്പോൾ ഏലാല് എന്ന് പറയും. സ്വഹിയായ മറ്റു അക്ഷരങ്ങളിലാണെങ്കിൽ ഇബ്ദാല് എന്ന് പറയും. നമ്മൾ വിശദീകരിച്ചാണ്. അപ്പൊ ഇസ്തബറ എന്നുള്ള ഇഫ്തഅല വസിലാണ്. ഇഫ്തഅല വസിലാണ്. അപ്പോ ഇസ്തബറ എന്നുള്ള ഇബ്ദാലാണ്. നമ്മളെ ബഹ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, വായിച്ചു നോക്കിക്കൊണ്ട്. യഖൂമു, യഖൂമുന്റെ അസിൽ നോക്കണം നമ്മൾ. ഇവിടെയൊക്കെ ഇല്ലത്തിന്റെ അക്ഷരം വന്നാൽ നമ്മൾ പെട്ടെന്ന് അസിലിലേക്ക് മാറ്റണം. യഖൂമു, യഖൂമു എന്നതിന്റെ അസിൽ എന്താണ്? യഖ്വുമു എന്നാണ്. യഖ്വുമു. അപ്പൊ ശരിയാണ്, നമ്മളെ വസന് ശരിയായി. യഫ്ഉലു വസനിലാണ്. ഇനി അപ്പൊ ഇഅ്ലാലും ബിത്തസ്കീന് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതാണ് യഖൂമുൽ സംഭവിച്ചത്. എന്താണ്? ഇഅ്ലാലും ബിത്തസ്കീനാണ്. യഖ്വുമു. ഈ വാവിന് ഒക്കെ നമ്മൾ അന്ന് വ്യക്തമായിട്ട് പറഞ്ഞാണ്. ജസ്റ്റ് അത് കണ്ടാൽ മതി, അല്ലെ ഇതന്നെ ലെങ്ത് കൂടും കേട്ടോ. ഓക്കെ, അടുത്ത മറാം. മറാം എന്നുള്ളത് ഇഅ്ലാലും ബിത്തസ്കീനും അവിടെ വന്നിട്ടുണ്ട്,
പിന്നെയോ ഏലാലും ബിൽ കൽബും വന്നിട്ടുണ്ട്. മർവം എന്നൊക്കെ ആയിരിക്കും വരിക. റമ അങ്ങനെ നമ്മളതിന്റെ അസിൽ നോക്കിയാൽ മതി. അപ്പൊ മറാം. അപ്പൊ മഫ്അൽ വസിലാണ് വന്നിട്ടുള്ളത്. ഇനി മഹ്ദി. മഹ്ദി എന്നതിന്റെ അസില് മഹ്ദുവി എന്നൊക്കെയാണ്. നമ്മൾ അന്ന് വിശദീകരിച്ചാണ്, ഇതൊക്കെ നമ്മൾ അന്ന് വിശദീകരിച്ചാണ്. അപ്പൊ മഫ്ഊൽ വസിലേക്ക് വന്നു. ശരിക്കും നമ്മൾ മഹ്ദി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓപ്ഷനിൽ മഫ്ഊൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് എഴുതൂല, നമ്മൾ തെറ്റിക്കും അല്ലേ? അപ്പൊ നമ്മൾ അതിന്റെ അസില് നോക്കണം. മഹ്ദുവി എന്നൊക്കെയാണ്. ആ മഹ്ദുവിയാണ് പിന്നെ മഹ്ദി എന്നായി മാറിയത്. മറാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്ഷനിൽ എന്തുണ്ടാവും? മഫാലി എന്നൊക്കെ ഉണ്ടാവും. യഖൂമു എന്നുള്ള യഫൂലു എന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം ഇവിടെ. എന്നാൽ ഇവിടെയുള്ള കേസ് എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ ഏലാല് നടത്തുകയാണ്, അഥവാ ഒരക്ഷരത്തെ ഇല്ലത്തിന്റെ അക്ഷരത്തെ എന്താണ് അതിന്റെ ഹർക്കത്തുകളെ മാറ്റുകയാണ്. കളയുന്നില്ല, ഉണ്ടോ? ഇല്ല. പിന്നെയോ അല്ലെങ്കിൽ ഇബ്ദാല് നടത്തുകയാണ്, ഒരക്ഷരത്തെ മാറ്റിയിട്ട് മറ്റൊരു അക്ഷരമാക്കി മറിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയാ? ഇബ്ദാല് എന്ന് പറയാം. നമ്മളൊന്ന് ആ കായികം നോക്കൂ. ഇദാ ഹസല ഫിൽ കെലിമത്തി ഇബ്ദാൽ, ഒരു കെലിമത്തിൽ ഇബ്ദാൽ സംഭവിച്ചാൽ, ഔ ഇഅ്ലാലും ബിൽ ഖൽബി, അല്ലെങ്കിൽ മറിക്കലോട് കൊണ്ടുള്ള ഇഅ്ലാൽ സംഭവിച്ചാൽ, അവി തസ്കീൻ, അല്ലെങ്കിൽ സുക്കൂനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് പറഞ്ഞില്ലേ, യഖ്വുമു യഖൂമായി. വുസിനത്തിൽ കെലിമത്തു അലാ ഹസ്ബി അസ്ലിഹ, അവിടെയൊക്കെ നമ്മൾ അതിന്റെ അസ്ലിലേക്ക് മറിക്കണം. ഇപ്പൊ സോമ എന്നതിന്റെ അസില് സോവമ, ഇസ്തബറ എന്നതിന്റെ അസില് ഇസ്തബറ. ഖബിലൽ ഇബ്ദാലി അവിൽ ഏലാലി, ഇബ്ദാലിന്റെ മുമ്പും ഏലാലിന്റെ മുമ്പും എങ്ങനെയായിരുന്നോ അങ്ങോട്ട് മറിക്കണം. വലാ യൻദുർ ഇലൈഹിമാ, അതിനുശേഷം ഇതിലേക്ക് നോക്കിയാൽ മതിയില്ല. ഇതിലേക്ക് നോക്കിയാൽ മതി തെറ്റും. കാരണം സോമ എന്നുള്ളത് നമ്മൾ ഫാലാന്ന് എഴുതിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ അങ്ങനെ എഴുതുന്നൊരു അവസരമുണ്ട്. അതാണ്, അപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുക. തീരെ പഠിക്കാത്തവർക്ക് കൺഫ്യൂഷൻ വരില്ല, എന്തെങ്കിലും കുറച്ച് അറിയേണ്ടവർക്കാണ് കൺഫ്യൂഷൻ വരിക. ഇപ്പൊ ഇലാലും ഇബ്ദാലിനെയും കേസിലാണ് ഇത് വരിക. ഇനി നമ്മൾ ഹദഫ് ചെയ്യാണ്, ഒരു അക്ഷരത്തിന് കളഞ്ഞു. ആ കളയുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്നാണ് പറയാൻ പോണത്. ഖും, ഖാമ അല്ലെ, ഖവമ, അതിന്റെ അമ്രാണ് ഖും. ശരിക്കും ഖവമ യഖ്വും ഉഖുവും എന്നൊക്കെയാണ്. ഉഖുവും അതൊക്കെ മാറ്റിയിട്ടാണ് ഖും എന്നാണ്. ഇപ്പൊ ഇവിടെ ഒറിജിനൽ എന്താണ്? ഖു എന്നുണ്ട്, മു എന്നുണ്ട്. അഥവാ അതിന്റെ ഐൻ ഫീൽ കളഞ്ഞിട്ടുണ്ട് ഇല്ലേ? അപ്പൊ നമ്മൾ അതിന്റെ വസിൻ എഴുതുമ്പോഴും അതേപോലെ എഴുതണം. എങ്ങനെ? ഐൻ ഫീൽ കളഞ്ഞിട്ട് എഴുതണം. എന്താണോ ഇവിടെ ഉള്ളത് അതേപോലെ എഴുതിയാൽ മതി. എപ്പോ ഹദഫാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഈ അക്ഷരത്തിന് കളഞ്ഞേക്കാണ് ചെയ്യുന്നത്, കളഞ്ഞിട്ടുണ്ട്. മറ്റെടുത്തോ അതിന്റെ ഏലാൽ നടത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അക്ഷരത്തെ മാറ്റി മറ്റൊരു അക്ഷരാക്കി മാറ്റിയിട്ടുണ്ട്. അവിടെ ഒരു അക്ഷരം അവിടെ ഉണ്ട്. അപ്പോ പിന്നെ അല്ലെങ്കിൽ അതിന്റെ ഹർക്കത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തേക്കാണ്. ഇവിടെ അങ്ങനെയല്ല. പിന്നെയോ ഈ അക്ഷരത്തെ തന്നെ ഹദഫ് ചെയ്തിട്ടുണ്ട്, കളഞ്ഞിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്ത ഇസ് ഔ, എന്ന് പറയുമ്പോ ഒരു അലിഫില്ല അവസാനം, അതിനെ കളഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇസ് ഔ എന്ന് പറയുമ്പോ ഇഫ് ഔ, ഇഫ് ഔ. അപ്പൊ ലാമിനെ കളഞ്ഞു നമ്മളവിടെ. യർമൂന, യർമൂന എന്നിടത്ത് യർമി യൂന എന്നൊക്കെയായിരുന്നു. അപ്പൊ ഒരു അക്ഷരത്തെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണോ ഇപ്പൊ ഇവിടെ ഉള്ളത് ഇതേപോലെ എഴുതിയാൽ മതി, ഹദഫ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. കുറെ ഉദാഹരണങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. യഫ്ഊന, റമ, റമ യർമി എന്നാണല്ലോ. റമയ യർമി, യർമി യർമിയാനി യർമിയൂന, യർമിയു യർമിയാനി യർമിയൂന എന്നൊക്കെയാണ് വരിക. അതാണ് പിന്നെ യർമൂനയായി മാറിയിട്ടുള്ളത്. അപ്പൊ യർമൂനന്റെ വസിനാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടി. ഓക്കെ. ഇനി അടുത്ത് ഹിബത്ത്. ഹിബത്ത് എന്തിൽ നിന്ന് വന്നതാ? വഹബ.
വഹബ യഹിബു ഹിബത്ത്. ശരിക്കും ഹിബത്ത് അല്ല അത്. പിന്നെയോ വിഹിബത്ത് എന്നാണ് അസില് വരുമ്പോ. അതിനെ മസ്ദർ എടുക്കുമ്പോഴേ വിഹിബത്ത് എന്നാണ്. പക്ഷെ ആ വാവിനെ നമ്മൾ പൂർണ്ണമായിട്ട് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വസിന് പറയുന്നിടത്തോളം ആവശ്യമില്ല. ഹിബത്ത് ഈലത്ത് എന്നേ പറയുള്ളൂ. അഥവാ ഒന്നാമത്തെ ഫാഇനെ നമ്മൾ കളഞ്ഞു. സീനത്ത്, സീനത്ത് എന്നുള്ളത് എന്താണ്? വസന, വസന യസീനു. വസന എന്ന് പറയുന്നത് തന്നെ നമ്മൾ മാറ്റുമ്പോ വസന യൗസിനു വിസിനത്ത് എന്നാ വരിക. ആ വാവിനെ കളഞ്ഞു. ഇപ്പൊ നമുക്ക് എന്തുള്ളൂ? വസന യസിനു സീനത്ത് എന്ന് നമ്മൾ പറയുള്ളൂ. അപ്പൊ ആ കളഞ്ഞതിനെ നമ്മൾ എന്തായി? ഒഴിവാക്കി സീനത്ത്. അപ്പോ ഈലത്ത് അഥവാ ഫാഇനെ നമ്മൾ കളഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ കായികയിലേക്ക് നോക്കും. ഇദാ ഹുദിഫ, കണ്ടോ? ആ വാക്കൺ കേൾക്കണം നിങ്ങൾ. കളയപ്പെട്ടാൽ, മിനൽ കെലിമത്തി, കെലിമത്തിൽ നിന്ന് കളയപ്പെട്ടാൽ, ബഅദു അഹ്റുഫിഹ, അതിന്റെ ഹർഫുകളിൽ ചിലത്, ഹുദിഫ നദീറു ദാലിക ഫിൽ മീസാൻ, ഇപ്പൊ എന്താണോ നമ്മളുടെ ഉദാഹരണത്തിലുള്ളത് അതേപോലെ നമ്മൾ വസിൻ എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ തംബീനുകളിൽ ഒന്ന് നോക്കാം കേട്ടോ. കണ്ടങ്ങളെ, സിനിൽ അസ്മാൽ മുറബ വൽ അഫ്ആൽ ഫിൽ ഇബാറാത്തിൽ ആതിയ. ഇവിടെ മുറബ ഇസ്മുണ്ട്, അഫ്ആലുണ്ട്, അതിന്റെ ഒക്കെ വസിന് നമ്മൾ പറയണം. ഈദത്ത്, ഈദത്ത് നിന്റെ ഈലത്ത്, അക്ബർ അഫ്ആല്, അൽ അഫ്രാദി അൽ അഫ്ആലി, അൽ ഉമമു അൽ ഫുഅലു, അൽ മവാഇദു അൽ മഫാഇലു, ദരീഅത്ത് ഫഈലത്ത്, മുമാതലത്ത് അൽ മുഫാഅലത്തു, അത്തസ്വീഫ് അത്തഫഈല്, കസീറൻ ഫഈലൻ, ഒക്കെ ഫഅലീക്ക് മാറ്റുക. അൽ മീആദു അൽ മിഫ്ആലു. ഓക്കെ, അപ്പൊ മാറ്റം വരുന്ന ശ്രദ്ധിക്കണം. കുല്ല് ഫുഅല്, കുലില് എന്നാണ് വരിക, കുലില്. അപ്പൊ മിഫ്ആല്. പിന്നെ മുഹരിബത്ത് മുഹരിജത്ത് മുഫഇലത്ത്, അൽ ഐമാനു അൽ അഫ്ആലു, ഖായില് അൽ ഖായിലു അൽ ഫായിലു, അൽ മഖൂലു അൽ മഫ്ഉലു. അൽ മഖ്ബുലു എന്നാണ് അസ്ല് വരിക. കാദിബത്ത് ഫായിലത്ത്, പിന്നെ തിജാറത്ത് ഫിആലത്ത്, സിനാഅത്ത് ഫിആലത്ത്, ഷർക്ക് അഷർക്കു അൽ ഫഅലു, ഹാജത്ത് ശബ്ദുണ്ട് ഫഅലത്ത്, അൽ അഖ്ലാഖു അൽ അഫ്ആലു, ഇഹ്തിയാജ് ഇഫ്തിആല്, ഇഹ്തിയാജ് ഇഫ്തിആല്, അങ്ങനെ വരും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത എന്താ പറയണേ? സിനിൽ കെലിമാത്തിൽ ആതിയ മഅ ളബ്തിൽ മീസാനി ബിശക്ൽ. ഷംസ്, ഷംസ് നിന്റെ ഏതാ വസില വരിക? ഫഅല്, നളറ ഫഅല, കത്തിഫ ഫഇല, അലിമ ഫഇല, ജഅഫർ ഫഇലല്, ഫറ ഫററ, അപ്പൊ ഫഅല, ബഅസറ ഫഇലല. ഓക്കെ, ഇനി നമ്മൾ അടുത്ത തംബീൻ നോക്കുക. ഹാത്തി കെലിമാത്തിൽ മവാസിനിൽ ആതിയ. ഇതിനൊക്കെ നമ്മൾ കെലിമത്തുകളെ കൊണ്ടുവരണം. ഫിഅല് എന്നതിന് കുറച്ച് കെലിമത്ത് പറയാം. ഫിഅല്, ഇൽമ്, ഹിന്ദ്, ബിഇർ. ഓക്കെ, ഫുഅല് എന്നതിനോ സുഹത്ത്, ഹുക്മ്, ജുർമ്, അങ്ങനെ. ഫഇല എന്നതിനോ സമിഅ, അലിമ, ഫരിഹ. ഫഅല എന്നതിനോ അല്ലമ, വസ്സഅ, റത്തബ. ഫഇലല എന്നതിനോ ദഹറജ, സൽസല, ബഅസറ. ഓക്കെ, ഇനി
സിനിൽ കെലിമാത്തിൽ ആത്തിയ മഅലൊബത്തിൽ മീസാൻ ബിശക്കിലി. യസൂദു എന്നതിന്റെ അസിൽ എന്താണ്? യസ്ഉദു എന്നാണ്. അപ്പൊ നമ്മളെ വസന എങ്ങനെ വരിക? യഫ്ഉലു എന്നാണ് വരിക. യസീലു എന്നതിനെന്താണ്? സാല യസീലു, സയല യസീലു. അപ്പൊ യഫ്ഇലു വസിന്റെ ആണ്. മഖാമ് എന്നതിനെന്താണ്? മഖ്വമാണ്, മഫ്അലാണ്. ഖാദ ഖവദയാണ്, അപ്പൊ ഫഅല. ഇസ്ദലഫ, ഇതും ഇബ്ദാൽ വന്ന കേട്ടോ. ഇഫ്തഅല നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ഏതൊക്കെ അക്ഷരത്തിനാണ് ഇബ്ദാൽ വരിക എന്നൊക്കെ. മർമി, മർമുവി എന്നൊക്കെയാണ് വരിക. അപ്പൊ മഫ്ഊലാണ്. ഈ മർമി ഒക്കെ ശരിക്കും ശ്രദ്ധിക്കണം, വസ്ന് മഫ്ഊൽ എന്നാണ്. ഖള, ഖള ഖളയ എന്നാണ് അസ്ല്. അപ്പൊ ഫഅല. ഇത്തസല എന്നാണ്? ഇവ്തസല എന്നാണ് അതിന്റെ അസ്ല് വരിക. അപ്പൊ ഇഫ്തഅല വസ്ന്റെ. ഇനി അടുത്ത് സിനിൽ കെലിമാത്തിൽ ആത്തിയ വൽബത്തിൽ മീസാൻ ബിശക്കിലി. ഇവിടൊക്കെ ഒരു അക്ഷരം ഹദഫ് ചെയ്തേക്കാണ്. നമ്മൾ ഉദാഹരണം നോക്കിയാൽ സ്വാന, സ്വവന, അതിന്റെ അമ്രാണ് സ്വിൻ. അപ്പൊ നമ്മൾ ഫുൽ എന്ന് എഴുതിയാൽ മതി. ഫുൽ. ദാഇൻ, അപ്പൊ നമ്മൾ ഫാഇൻ എഴുതിയാൽ മതി. ദഅവ എന്നല്ലേ? അപ്പൊ ലാമിനെ കളഞ്ഞു. സീക്ക്, വസക, അപ്പൊ സീക്ക്, അപ്പൊ വാവിനെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇൽ എന്നാണ് വസിന് എഴുതുമ്പോൾ എഴുതേണ്ടി. സഅത്ത്, സഅത്ത് എന്നതിന്റെ എന്താണ്? വുസ്അത്ത് എന്നൊക്കെയാണ്. അപ്പൊ സഅത്ത്. പിന്നെയോ ഇർള, ഇഫ്അ, റളിയ എന്നാണ്. റളിയ, ഇർള, ഇർള. യഖ്ലൂന, യഖ്ലൂന എന്താണ്? യഖ്ലിയൂനൊക്കെ ആയിരുന്നു അസ്ല്. യഫ്ഊന ഒക്കെ കളഞ്ഞിട്ടുണ്ട്. ഒരു അക്ഷരത്തെ തന്നെ എന്താണ്ട് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് ഇപ്പൊ എങ്ങനെയാണോ നിലവിലുള്ളത് അതിനനുസരിച്ച് നമ്മൾ വസൻ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ. ഇനി ഹാത്തി മീസാനിൽ കെലിമാത്തിൽ ആത്തിയ മദ്ബൂത്തൻ. ഇസ്തജാറ ഏതാ? പറയൂ. ഇസ്തഫഅല. ജാറാസിലെ ജയറ എന്നൊക്കെ അല്ലേ? ജീറാൻ എന്നൊക്കെ ഒന്ന്. ഇൻതലക, ഇൻഫഅല, ഇൻതഫഅ, ഇൻഫഅല, ഇൻതഫഅ, ഇഫ്തഅല, ഇൻതഫഅ, ഇഫ്തഅല. നഫഅ എന്നാണ് അതിന്റെ മുജറദ്. തശാറക, തഫഅല, അഖ്ബറ, അഫ്അല, ഇഹ്മാറ, ഇഫ്ആല, ഇക്ശഅറ, ഇഫ്അലല്ല, തഖദ്ദമ, തഫഅല. ഓക്കെ. ഇനി അടുത്ത് ഫഅല വെച്ചിട്ട് കുറച്ച് ഉദാഹരണം എഴുതാനാണ്. ഫഅല വെച്ചിട്ട് നമ്മൾ ഉദാഹരണം പറയാം. സഅദ, ഷാറക, ഹാസബ. ഇഫ്തഅല വെച്ചിട്ട് ഉദാഹരണം പറയും. ഇൻതഖല, ഇൻതഖല നഖല എന്നേ. പിന്നെ ഇൻതസറ, നസറ. എന്താണ്? ഇൻഫതഹ. ഇഫ്തഅല വസനിലുള്ള പറ്റും. ഇജ്തമഅ, ജമഅണ്. അടുത്ത തഫഅല. ഉദാഹരണം പറയുകയാണെങ്കിൽ തശാജറ, തനാസറ, തഹാസമ, തസാലഹ എന്നൊക്കെ പറ്റും. ഇനി ഫാഇല് വസനിലേക്ക് വരുമ്പോ എന്താണ്? സാമി, ആലിമ്, ഷാരിബ് അങ്ങനൊക്കെ പറ്റും. ഇനി തഫഅല, തഫഅല വസനിൽ വരുന്ന തഖദ്ദമ, തഅഖറ, തഅല്ലമ. ഫആഇല്, ഫആഇല് വസനിൽ വരുന്ന ജദാബില്, റസായില്, ഹഖായിബ്. ഫഈല് വസനിൽ വരുന്നതാണ് അലീമ്, ബസീർ, സമീഅ. മഫ്ഊല് വസനിൽ വരുന്നതാണ് മസ്മൂഹ്, മഗ്ഫൂർ, മഹ്സൂം അങ്ങനെയൊക്കെ ഉള്ള. ഇനി ഫഊല് വസനിലാണ് ഗഫൂർ, ഷക്കൂർ, കഫൂർ.
ഓക്കെ. ഇനി ഇഫ്ആൽ വസിനിൽ വരുന്നതാണ് ഏത്? ഇഹ്സാന്, ഇക്റാമ്, ഇഅ്ലാമ് പോലെയുള്ള. മുഫാഅലത്ത് അത് വസിനിൽ വരുന്നതാണ് മുഖാസമത്ത്, മുഹാറബത്ത്, മുഖാത്തലത്ത് പോലെയുള്ള. ഫുഅലാ, ഫഅലാ, ഫഅലാ, ബൈദാ, ഖളറാ, ഇപ്പൊ നിറങ്ങളൊക്കെ പറയുമ്പോൾ ഹസ്നാ അങ്ങനെയൊക്കെ പറയാം. ഇനി നമ്മൾ എന്താ പറയുന്നത്? സിനിൽ കലിമാത്തിൽ ആദ്യമാ ലബത്തിൽ മീസാൻ. അതിബാ എന്നതിന്റെ വസിന് പറയണം. ശ്രദ്ധുണ്ട്. അതുബി ബാ, അപ്പൊ അഫ്ഇലാ, അഇദാ, അപ്പോ അഫ്ആല്, അഫ്ആല്. ഓക്കെ. ജയ്യിദ്, ജയ്യിദ് എന്നാണ്. അപ്പൊ ഫൈഇല്. മീസാക്ക്, മിവ്സാക്കാണ്. അപ്പൊ മിഫ്ആല്. നായിമ്, പിന്നെ ഫായില്. സുആത്ത്, ഫുഅലത്ത്, നീട്ടാനുള്ള അത് മറ്റേക്ക് എടുത്തു. അങ്ങനെ. അപ്പോൾ ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളേവരും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി കാണുക, നോട്ട് തയ്യാറാക്കുക, ഗ്രൂപ്പിലൊക്കെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുക, ഗ്രൂപ്പ് ആക്റ്റീവ് ആക്കുക. നമ്മൾ എടുത്തിട്ടുള്ള എഫേർട്ട്, ഈ പരിശ്രമം നിങ്ങൾക്കൊരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരൊക്കെ പഠിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.